ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. അധ്യായം 16 ദേവാസുരഭാവങ്ങൾ. ശ്ലോകം 24. തസ്മാച്ഛാസ്ത്രം പ്രമാണം ദേ കാര്യവ്യവസ്ഥിതോ ജ്ഞാത്വാ ശാസ്ത്രവിധാനോക്തം കർമ്മ കർത്തുമിഹാർഹസി. വിവർത്തനം: എന്തു ചെയ്യണം, എന്തു ചെയ്യാൻ പാടില്ല എന്ന് ധർമ്മശാസ്ത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരാൾ മനസ്സിലാക്കണം. ഈ നിയമ നിബന്ധനകൾ പഠിച്ചറിഞ്ഞ ശേഷം മാത്രം പ്രവർത്തിക്കുക. തന്മൂലം ക്രമേണ ഉന്നതി പ്രാപിക്കും. ഭാവാർത്ഥം: 15-ാം അധ്യായത്തിൽ പറഞ്ഞതുപോലെ വൈദിക വിധികളെല്ലാം കൃഷ്ണനെ അറിയാനുള്ള വഴികളാണ്. ഭഗവത്ഗീതയിലൂടെ കൃഷ്ണനെ അറിയുകയും കൃഷ്ണാവബോധം ഉൾക്കൊള്ളുകയും ചെയ്ത് ഭക്തിയുത സേവനത്തിൽ മുഴുകുന്നവൻ വേദസംഹിതകൾക്ക് നൽകാവുന്നത്ര അത്യുത്കൃഷ്ട ജ്ഞാനമത്രയും നേടിക്കഴിഞ്ഞു. ശ്രീ ചൈതന്യ മഹാപ്രഭു ഈ പ്രക്രിയ അത്യന്തം ലളിതമാക്കിയിട്ടുണ്ട്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന മഹാമന്ത്രം ജപിക്കുവാനും ഭഗവത് സേവനത്തിൽ ഭക്തിപൂർവം ഏർപ്പെടാനും ഭഗവത് പ്രസാദം ഭക്ഷിക്കാനുമാണ് അദ്ദേഹം ജനങ്ങളോട് ഉപദേശിച്ചിട്ടുള്ളത്. ഈ ഭക്തി സാധനകളിൽ നേരിട്ട് ഏർപ്പെട്ടിരിക്കുന്ന ഒരാൾ വൈദിക സാഹിത്യങ്ങൾ വേണ്ടും വണ്ണം പഠിച്ചിട്ടുണ്ടെന്ന് പറയാം. അയാൾ ശരിയായ നിഗമനത്തിലെത്തിയിരിക്കുന്നു. എന്നാൽ കൃഷ്ണാവബോധം ഉദിക്കാതെയും ഭക്തി സാധനയിൽ ഏർപ്പെടാതെയുമുള്ളവന് കൃത്യാകൃത്യങ്ങൾ അറിയാൻ വേദഗ്രന്ഥങ്ങൾ പഠിക്കണം. തർക്കം കൂടാതെ അനുസരിക്കുകയും വേണം. ഇതിനെ ശാസ്ത്രാനുവർത്തനമെന്ന് പറയുന്നു. ബദ്ധനായ ആത്മാവിൽ കാണാവുന്ന 4 പ്രധാന ദോഷങ്ങൾ ശാസ്ത്രത്തിനില്ല. അപക്വങ്ങളായ ഇന്ദ്രിയങ്ങൾ, വഞ്ചനാ പ്രവണത, തെറ്റ് വരുത്തുവാനുള്ള പ്രവണത, വ്യാമോഹശീലം ഇവയാണ് ആ ദോഷങ്ങൾ. ബദ്ധാവസ്ഥയിലുള്ള ഈ 4 ദോഷങ്ങൾ മനുഷ്യനെ നിയമബന്ധനങ്ങൾ ഉണ്ടാക്കുന്നതിന് അനർഹനാക്കുന്നു. ശാസ്ത്രോക്തങ്ങളായ നിയമ നിബന്ധനകൾക്ക് ഈ ദോഷങ്ങൾ ബാധകമല്ലാത്തതുകൊണ്ട് എല്ലാ ആചാര്യന്മാരും മറ്റ് മഹാത്മാക്കളും അവയെ നിഷ്കർഷതയോടെ പാലിച്ചു പോരുന്നു. ഭാരതത്തിൽ ആധ്യാത്മിക സിദ്ധാന്തങ്ങൾ പലവിധമുണ്ട്. മുഖ്യമായി 2 വിധം: വ്യക്തിശൂന്യവാദികൾ, വ്യക്തിഗതവാദികൾ എന്നിങ്ങനെ. 2 കൂട്ടരും വേദപ്രമാണങ്ങൾക്ക് അനുസൃതമായി തന്നെ ജീവിതം നയിക്കുന്നു. വേദസിദ്ധാന്തങ്ങളെ മാനിക്കാത്തവർക്ക് പരിപൂർണതയിലെത്താൻ സാധ്യമല്ല. ശാസ്ത്രങ്ങളുടെ പൊരുളറിഞ്ഞ മനുഷ്യനെ ഭാഗ്യശാലിയെന്ന് കരുതാം. ഭഗവാനെക്കുറിച്ചുള്ള ജ്ഞാനം തരുന്ന പ്രമാണങ്ങളോടുള്ള വെറുപ്പാണ് മനുഷ്യ സമൂഹത്തിൽ എല്ലാത്തരം വീഴ്ചകൾക്കും കാരണം. മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും വലിയ അപരാധമാണത്. അതുകൊണ്ടുതന്നെ ഭഗവാന്റെ ഭൗതിക ശക്തിയായ മായ ക്ലേശത്രയത്താൽ നമ്മെ സദാ ദുഃഖിപ്പിച്ചു പോരുന്നതും. ഈ ഭൗതിക ശക്തിക്ക് 3 ഭൗതികങ്ങളായ ഗുണങ്ങളുണ്ട്. ഭഗവാനെക്കുറിച്ചുള്ള ജ്ഞാനത്തിലേക്കുള്ള വഴി തുറന്നു കിട്ടണമെങ്കിൽ ഒരാൾ സത്വഗുണത്തോളമെങ്കിലും ഉയരണം. അത്രയും സാധിക്കാത്തവർക്ക് രജസ് തമോ ഗുണങ്ങളിൽ അകപ്പെട്ട് അസുര ജീവിതം നയിക്കയേ നിവൃത്തിയുള്ളൂ. ഈ രജസ് തമോ ഗുണ സ്വഭാവികൾ ധർമ്മശാസ്ത്രങ്ങളെയും പുണ്യാത്മാക്കളെയും ഭഗവാനെക്കുറിച്ചുള്ള ശരിയായ ജ്ഞാനത്തെയും നിന്ദിക്കുന്നവരാണ്. ആധ്യാത്മികാചാര്യൻ്റെ നിർദ്ദേശങ്ങളെ അനുസരിക്കാത്തവരും ശാസ്ത്രോക്ത നിയമങ്ങളെ അവഗണിക്കുന്നവരുമാണ്. ഭക്തിപൂർവമുള്ള സേവനത്തിൻ്റെ മഹത്വത്തെപ്പറ്റി എത്ര തന്നെ കേട്ടിരുന്നാലും അവർ അതിലേക്ക് ആകൃഷ്ടരാവില്ല. സ്വന്തം ഉത്കർഷത്തിന് സ്വന്തം വഴി അവർ ചെത്തിയുണ്ടാക്കുന്നു. ഇതെല്ലാമാണ് അസുര ജീവിതത്തിലേക്ക് മനുഷ്യരെ എത്തിക്കുന്ന ചില ദോഷങ്ങൾ. എങ്കിലും ശരിക്കും ഉചിതനും ഒരു വിശ്വാസ്യനുമായ ആധ്യാത്മിക ഗുരുവിനെ വഴികാട്ടിയായി ലഭിക്കുന്ന ആൾക്ക് സമുത്കൃഷ്ട പദത്തിലേക്ക് ഉയരാൻ കഴിയും. അതോടെ ജീവിത വിജയം കൈവരിക്കുകയും ചെയ്യാം. ദേവാസുരഭാവങ്ങൾ എന്ന ശ്രീമദ് ഭഗവത്ഗീതയുടെ 16-ാം അധ്യായത്തിൻ്റെ ഭക്തിവേദാന്ത വിശദീകരണം ഇപ്രകാരം സമാപിക്കുന്നു. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു.